നമസ്കാരം. ജോൺ ബ്രിട്ടാസ്, രാജ്യസഭ MP, CPM-കാരൻ. അദ്ദേഹത്തിന് ഹിന്ദു ആചാരങ്ങൾ കാണുമ്പോൾ വളരെ അവജ്ഞ, അവഹേളനം, എന്തോ അസഹിഷ്ണുത. ഇത് പറയാൻ കാരണം 140 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടക്കുന്നു. അതിനെതിരെ രാജ്യസഭയിൽ അദ്ദേഹം വലിയ പ്രഭാഷണവും പ്രസംഗവും ഒക്കെ അങ്ങ് നടത്തി. ചൈനയിലെങ്ങാണ്ട് AI യുഗത്തിൽ പോകുമ്പോൾ AI-യിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നെന്ന്. ഈ വിദ്വാൻ എന്തുവാ നമ്മൾ ഹിന്ദു സമൂഹം അവരുടെ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ആചാരം ഏത് രീതിയിൽ നമ്മൾ നടത്തണം. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന സനാതന ധർമ്മത്തിലെ ആചാരങ്ങൾ നമ്മൾ അത് ചിലപ്പോൾ ഗംഗ മുങ്ങിയെന്നിരിക്കും, ചിലപ്പോൾ യമുനയിലായിരിക്കും മുങ്ങുന്നത്, ചിലപ്പോൾ ഭൂമിക്കടിയിലുള്ള സരസ്വതിയിൽ നമ്മൾ മുങ്ങി സ്നാനം ചെയ്തെന്നിരിക്കും. ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഈ വിദ്വാന് ഇത് തിരക്കേണ്ട ആവശ്യം എന്തോ? അയാളുടെ ആ മതത്തിന്റെ ആചാരം നോക്കിയാൽ പോരെ? മറ്റുള്ള ഒരാളുടെ ആചാരത്തിനെ കുറിച്ച് അയാൾ എന്തിന് ചിന്തിക്കണം? ഇതിനെല്ലാം കുഴപ്പം എന്താന്ന്, കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഈ ഹിന്ദുക്കളുണ്ട്. ഈ ഹിന്ദുക്കൾ പേരുകൊണ്ട് ഹിന്ദു, ജന്തുക്കളെ കാട്ടി കഷ്ടം പിടിച്ചത് ഈ സൈസ് ഹിന്ദുക്കളാണ്. ഇതുപോലുള്ള വിദ്വാൻമാരെ കൊണ്ട് ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിക്കാനും ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ മോശമായിട്ട് പറയാനും ഒക്കെ ധൈര്യപ്പെടുത്തുന്നത്. നമുക്ക് തന്നെ അറിയാം. ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന വിദ്വാൻ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അംഗമാണ്. അർഹതയില്ലെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൂപ്പിട്ട് നടന്നതുകൊണ്ട് ആ ഒരു ആശ്രിതത്വത്തിൽ കിട്ടിയ ഒരു പദവിയാണ് രാജ്യസഭ MP സ്ഥാനം. അയാള് ജനങ്ങളെ നേരിട്ടാൽ ജയിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഇത് നേരിട്ടല്ല ഉള്ള ഒരു സമ്മാനമായിട്ട് ലഭിച്ച MP സ്ഥാനം. ഇതുമായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടം കൊണ്ട് അയാളങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിനാണ് ഹിന്ദുക്കളുടെ മെക്കെട്ട് കയറാൻ വരുന്നത്? എന്ത് ദ്രോഹമാണ് ഹിന്ദുക്കൾ ചെയ്തത്? ഹിന്ദുക്കളാകെ ചെയ്തതെന്ന് പറയുന്നത് ഇതുപോലുള്ളത് നിങ്ങളെ സഹിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ള സഹായങ്ങളെല്ലാം എന്താണ് ഇയാൾക്ക് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ചൈനയുടെ കാര്യം പറയുന്നു. അല്ലെങ്കിലും നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് തന്നെ ചങ്കാണ്, ചൈനയെന്നും പറഞ്ഞ് നടക്കുന്നവരാണ്. അവരെങ്ങനെയും ഭാരതത്തെയും ഭാരതത്തിൻ്റെ ആചാരങ്ങളെയും അതിൻ്റെ സംസ്കാരത്തിനെയും തകർക്കണം, നശിപ്പിക്കണമെന്നും പറഞ്ഞ് നടക്കുന്നവരാണ്. മറ്റ് സംസ്കാരങ്ങളും മറ്റു മതങ്ങൾക്കും എതിരെ ഒന്നും അവർക്ക് പ്രശ്നമില്ല. ഹിന്ദു സംസ്കാരം നശിപ്പിക്കുക അത് തന്നെ വേറെ പാർട്ടി തന്നെ പറയും. പണ്ടൊരു നേതാവ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു EMS ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, അതോ ഇനി കേഗോപാലിനെ ആരോ പറഞ്ഞു. അത് നമ്മൾ ഇവരെ ഒന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവരുടെ ഒന്നും ഏത് നേതാവാണെന്നൊന്നും ഓർത്തു വെക്കുന്നതേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ആരാന്ന് ഓർക്കുന്നില്ല. പറഞ്ഞത് ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരും എന്ന്. എന്നാൽ ഈ കക്ഷികളൊന്നും പറഞ്ഞില്ല. ഒരു ക്ഷേത്രം ഒപ്പം ഒരു മസ്ജിദും ഒരു ചർച്ചും എന്ന് പറഞ്ഞില്ല. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും. അല്ലെ, ഇവർക്ക് എല്ലാ മതങ്ങളെയും തുല്യമായിട്ടാണ് കരുതുന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞതിനും ഒരു ക്ഷേത്രവും ഒരു മസ്ജിദും ഒരു പള്ളിയും തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും, ഇല്ലാതാവും എന്ന് പറയേണ്ടതിന് പകരം അയാൾ പറഞ്ഞത്, ആ നേതാവ് പറഞ്ഞത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി തന്നെയാണ്. അത് അന്നും ഇന്നും അവരിതാ തുടരുന്നത്. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും. അപ്പോൾ അന്ന് തൊട്ടേ അവരുടെ ഈ പ്രവർത്തനം ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഈ രാജ്യസഭ MP രാജ്യസഭയിൽ വെച്ച് പുള്ളി വിളിച്ചു കൂവിയത്. പിന്നെ ഒരു കാര്യം, ദൈവാധീനം ഉണ്ടായിരുന്നു. കാരണം അയാൾക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് അയാൾ ഹിന്ദി പറഞ്ഞില്ല. ഹിന്ദിയിലെങ്ങാണമായിരുന്നു പ്രസംഗമെന്നുണ്ടായിരുന്നെങ്കിൽ ആ നാട്ടുകാർ, പാർലമെന്റിന് വെളിയിലിറങ്ങി കഴിയുമ്പോൾ നാട്ടുകാർ അതിനുള്ള മറുപടി കാര്യമായിട്ട് കൊടുത്തേനേമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ കാര്യമായിട്ട് കൊടുത്തേനേമായിരുന്നു. പിന്നെ പുള്ളി ഒളിച്ചും പതുങ്ങിയൊക്കെ ആ നാട്ടിൽ നടക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇത് പാർലമെന്റിൽ ആയതുകൊണ്ട് ആ പാർലമെന്റ് അംഗം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹപാർലമെന്റേറിയന്മാർ ഒന്നും പറയത്തില്ല.
പക്ഷെ വെളിയിലായിരുന്നേൽ നല്ല മറുപടി അവിടുത്തെ ജനങ്ങൾ കൊടുത്തേനെയുമായിരുന്നു. പിന്നെ അയാൾ തലയിൽ മുണ്ടിട്ട് വെളിയിൽ ഇറങ്ങത്തുള്ളായിരുന്നു. അതേപോലുള്ള മറുപടി അവിടുത്തെ ജനങ്ങൾ കൊടുത്തേനെയുമായിരുന്നു. കാരണം ആ നാട്ടിലുള്ള ആൾക്കാർ അവിടുത്തെ അവരുടെ സംസ്കാരത്തിനെ ആളുകൾ മോശപ്പെടുത്തിയാൽ അവർ ഇഷ്ടപ്പെടുന്നവരല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇയാള് പിന്നെ അറിയാവുന്ന പൊട്ടൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. പൊട്ടൻ ഇംഗ്ലീഷ്, മുറി ഇംഗ്ലീഷ്, അതൊക്കെ എന്ന് പറയാം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാം. കാരണം നമ്മുടെ ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. അവരുടെ ആവശ്യം ഇംഗ്ലീഷിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവര് എവിടെ പോകുമ്പോഴാണെങ്കിലും ഇതെടുത്ത് അവരുടെ മുറി എടുത്ത് തലയെ വെച്ചോണ്ടാ പോകുന്നതെന്ന് ഉള്ള ആ അർത്ഥം വരുന്ന രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞതാ. അവരുദ്ദേശിച്ചത് ഞാൻ എവിടെ പോയാലും ആ പോകുന്നിടം ചെല്ലുന്നിടം എൻ്റെ ഓഫീസ് ആയിരിക്കും എന്ന് ഉദ്ദേശിച്ച് അവർ പറഞ്ഞത്. അത് പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ മുറിയെടുത്ത് അല്ലെ എൻ്റെ വീടെടുത്ത് തലയെ വെച്ചോണ്ടായിരിക്കും പോകുന്നതെന്ന് ഉള്ള അർത്ഥത്തിൽ വരുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് പദപ്രയോഗം നടത്തി. പിന്നെ വേറൊരു റഹീമുണ്ട്, അതും ഒരു രാജ്യസഭ എം പി. അദ്ദേഹത്തിൻ്റെ ഇതും കേട്ടാലും ഇംഗ്ലീഷുകാർ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഇംഗ്ലീഷാണ് പുള്ളിയും പറയുന്നത്. പിന്നെ വേറൊരു ചിന്താചെറുവും. ഇവരെയൊക്കെ ഇംഗ്ലീഷ് വെച്ച് നോക്കുന്നതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ ഈ ജോൺ ബ്രിട്ടാസിന്റെ ഇംഗ്ലീഷ്. അതുകൊണ്ട് പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും അവിടെ ഇരുന്ന് എം പിമാർക്കൊക്കെ അത് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്. പക്ഷെ ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ ഇത് പിന്നെ അറിയാതെ ഇരുന്നത് അദ്ദേഹത്തിന്റെ ഭാഗ്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എൻ്റെ ജോൺ ബ്രിട്ടാസെ, നിങ്ങളെ ജയിപ്പിച്ചു വിട്ട് നിങ്ങളുടെ പാർട്ടി എം പി ആക്കി വിട്ടു. നിങ്ങൾ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, പാർട്ടിക്ക് 10 പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മതത്തിന്റെ എന്തെങ്കിലും പോരായ്മകളുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു മറ്റ് ഹിന്ദു അല്ലാത്ത ഒരുത്തനും ഹിന്ദുവിന്റെ ആചാരത്തെക്കുറിച്ച് പറയാൻ ഒരു അവകാശവും ഇല്ല, ഒരു അധികാരവുമില്ല. അത് ഞങ്ങൾ കേവലം വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് മാത്രമാണ് അതിനുള്ള അധികാരം. പിന്നെ നിങ്ങളുടെ മതത്തിന്റെ, ഇയാൾ വിശ്വസിക്കുന്ന മതത്തിനെ കുറിച്ച് ഞങ്ങൾക്കും പറയാനുണ്ട്. പക്ഷേ അതിനകത്തിലെ ബൈബിള് ശരിക്കും വായിച്ചിട്ടുള്ളവനാണ് ഞാൻ. ബൈബിളിനകത്തിലെ കാര്യങ്ങൾ പറയാൻ വ്യക്തമായിട്ട് അറിയാവുന്നവനാണ് ഞാൻ പൂർണ്ണമായിട്ട് ദ ഹോളി ബൈബിള് തന്നെ എൻ്റെ വീട്ടിലുണ്ട്. പുതിയ നിയമം തന്നെ ഹോളി ബൈബിൾ വരെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനത് ഇതിനെക്കുറിച്ചൊന്നും പറയാത്ത എന്താണെന്ന് പറഞ്ഞാൽ, മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലാത്തത് കൊണ്ട്. ഖുർആൻ എനിക്ക് വായിച്ചിട്ടില്ല, ഖുർആനേ ഉള്ളൂ വായിക്കാത്തത്, എന്നുവെച്ചാൽ അറബി എനിക്കറിയത്തില്ല, അതുകൊണ്ട് അത് വായിച്ചില്ല. അതുകൊണ്ട് ബൈബിളിന്റെ കാര്യം, ഈ ബ്രിട്ടാസെ, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിനെ വിമർശിക്കാനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കത്തില്ല. അതിനൊന്നും നിങ്ങൾ മറുപടി വരെ നിങ്ങൾക്ക് കാണത്തുമില്ല. പക്ഷെ അത് ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാന്യതയും മര്യാദയും. കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ അനുയായിയോ അല്ല. ഞങ്ങൾ സനാതന ഹിന്ദുക്കളാണ്. ഞങ്ങൾ സനാതന ഹിന്ദുക്കളായതുകൊണ്ട് എന്നെപ്പോലുള്ളവർ ഇതിന് നിങ്ങൾക്ക് അതേ രീതി മറുപടി തരത്തില്ല. കാരണം ഏതൊരു മത ഗ്രന്ഥത്തിലും അത് അവരുടെ വിശ്വാസം അനുസരിച്ച് എഴുതി വച്ചിരിക്കുന്നത്, അത് നിങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നത് വിശ്വസിച്ചോളൂ. അതിനെ നമ്മൾ മോശമായിട്ട് കരുതരുത്, കാണരുത് എന്നുള്ള വിശ്വാസമാണ് സനാതന ധർമ്മവിശ്വാസികൾക്കുള്ളത്, ഹിന്ദുവിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതനുസരിച്ചുള്ള മറുപടി തരാൻ കഴിയാഞ്ഞിട്ടല്ല, അത് ചെയ്യാത്തത് ഒരു സനാതന വിശ്വാസി എൻ്റെ ആ ഒരു മാന്യതയും മര്യാദയുമാണ്. നിങ്ങളത് കാണിക്കാത്ത, നിങ്ങൾ സനാതന വിശ്വാസി അല്ലാത്തത് കൊണ്ട്, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് നിങ്ങൾ വളരെ മോശപ്പെട്ട് ഹിന്ദു മതത്തെ മോശപ്പെട്ട് സംസാരിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും. നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി എന്ത് വേണേലും പ്രവർത്തിച്ചോ, പക്ഷെ ഇങ്ങോട്ട് കയറി ചൊറിയാനും മാന്താനും വരണ്ട. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഞങ്ങളെ നന്നാക്കാനും നോക്കണ്ട. ഞങ്ങൾ ഗംഗയെ കുളിക്കണോ, ഞാൻ മുമ്പേ പറഞ്ഞൊരു കൂട്ട് എവിടെ കുളിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ ആചാരം ഞങ്ങൾ പാലിച്ചോളാം. അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിൽക്കുക. ഞങ്ങളെ കയറി ചൊറിയാൻ വരരുത്. അതാണ് മാന്യതയും മര്യാദയും. ശരി, നിങ്ങൾക്ക് നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.